ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനിലാണ്. കർണാടകയിലെ യലഹങ്കയിൽ നിന്ന് രാവിലെ 6:30-ക്ക് ഊബർ ടാക്സിയിൽ പുറപ്പെട്ടതാണ്. 7:15 ഞങ്ങൾ ബാംഗ്ലൂർ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനിൽ എത്തി. കാറിൽ നിന്നും ഇറങ്ങി മെട്രോയ്ക്ക് ചുറ്റുമുള്ള ദൃശ്യം ഒന്ന് പകർത്തി. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. മെട്രോയിൽ കയറുന്നതിനായി ഞങ്ങൾ സ്റ്റേഷൻ്റെ മുകളിലേക്ക് പോകുകയാണ്. ബാംഗ്ലൂരിൽ പോകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ മെട്രോയിൽ കയറുന്നത്. കുറേയധികം സ്റ്റെപ്പുകളുണ്ട്. അവയെല്ലാം കയറി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ടാക്സിയിൽ തന്നെ ബാംഗ്ലൂരിൽ പോകുന്നതിന് പ്രയാസമുണ്ടായിട്ടല്ല, മെട്രോയിൽ കയറി യാത്ര ചെയ്തുള്ള അനുഭവം ഒന്ന് ആസ്വദിക്കാം എന്ന് കരുതിയാണ് ഈ ഒരു യാത്രയ്ക്ക് തയ്യാറായത്. ഞങ്ങൾ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്ക് നടന്നു കയറുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. വിശാലമായ സൗകര്യം സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു ഭാഗത്തല്ല, പല ഭാഗങ്ങളിലായി ആ സൗകര്യം വ്യാപിച്ചു കിടക്കുന്നു. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ ക്യൂ നിന്നു. അവിടെ കുറച്ച് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പിറകെയായി ഞങ്ങളും നിന്നു. ഞങ്ങൾക്കും ടിക്കറ്റ് കിട്ടി. ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. ഞങ്ങൾ 2 പേരുണ്ട്. 80 രൂപ കൊടുത്ത് 2 ടിക്കറ്റ് കരസ്ഥമാക്കി മുന്നോട്ട് നടന്നു. ഈ കാണുന്ന ബ്ലാക്ക് നിറത്തിൽ ഫ്രിഡ്ജ് വെച്ചതുപോലെയുള്ള സിസ്റ്റത്തിൻ്റെ ഇടയിൽ കൂടിയാണ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കേണ്ടത്. സ്റ്റേഷൻ്റെ ഉള്ളിലെ സൗകര്യം ഒരിക്കൽ കൂടി ഞാൻ പകർത്തി. നാണയത്തുട്ടുപോലെ തോന്നിക്കുന്നതാണ് ടിക്കറ്റ്. കയ്യിലുള്ള ബാഗും മറ്റും സ്കാനറിൽ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ബാഗ് സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്തതിന് ശേഷം എടുക്കുന്നതിനായി മിഷൻ്റെ പിറകിൽ പോയി നിന്നു. വലിയ താമസമില്ലാതെ തന്നെ ആ പ്രവർത്തനം നടന്നു. തിരക്കുള്ള അവസരമാണെങ്കിൽ ഈ പ്രവർത്തനം കുറച്ച് ദുഷ്കരമാകും എന്ന് ഊഹിക്കാവുന്നതാണ്. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞതിൻ്റെ ഭാഗമായി അതിനുശേഷം കുറേ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് സാധിച്ചില്ല. ഇതിന് ശേഷമാണ് ടിക്കറ്റ് ഉപയോഗിച്ച് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ടിക്കറ്റ് സ്കാനറിൽ ഒന്ന് ടച്ച് ചെയ്യുകയേ വേണ്ടൂ. നമുക്ക് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ കവാടം തുറന്നു തരികയും ഉള്ളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. മെട്രോയുടെ റൂട്ട് മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചു. അവിടുന്ന് എസ്കലേറ്ററിൽ കൂടി മുകളിലെ നിലയിലേക്ക് പുറപ്പെട്ടു. മുകളിലാണ് മെട്രോയുടെ ട്രെയിൻ എത്തിച്ചേരുക. ബാംഗ്ലൂർ മജസ്റ്റിക് സിറ്റിയിലേക്കാണ് പോവേണ്ടത്. അവിടത്തേക്കാണ് 40 രൂപ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ട്രെയിൻ നിൽക്കുന്നതിന് സമീപത്തേക്ക് നീങ്ങി. അപ്പോൾ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നുമില്ല. ഒരു ട്രെയിൻ ഞങ്ങൾക്ക് പോവേണ്ടതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കണ്ടു. ട്രെയിൻ വന്ന് അടുത്ത പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചു. അപ്പോൾ സെക്യൂരിറ്റി ദൂരേക്ക് മാറുന്നതിനായി ഞങ്ങളോട് പറഞ്ഞു. മെട്രോ ട്രെയിൻ ഹൈ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോവേണ്ടുന്ന ഭാഗത്തേക്കുള്ള ട്രെയിനും എത്തിച്ചേർന്നു. ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ട്രെയിനിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പല ആൾക്കാരും ഇരിക്കാൻ സ്ഥലം കിട്ടാതെ നിൽക്കുന്നതായി കണ്ടു. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി. നമ്മുടെ ദൂരം പെട്ടെന്ന് തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വളരെ സ്പീഡിൽ മുന്നോട്ട് കുതിക്കുകയാണ്.
പല സ്റ്റേഷനുകളിലും ട്രെയിൻ സ്റ്റോപ്പായി അതിനുശേഷം വേഗത്തിൽ തന്നെ മുന്നോട്ട് പായുകയാണ്. ഒരു തട്ടും തടസ്സവുമില്ലാതെ മുന്നോട്ടുള്ള കുതിപ്പ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കും അതിൻ്റെ സൗന്ദര്യവും എല്ലാം ഈ ട്രെയിനിൽ നിന്ന് കാണാവുന്നതാണ്. പടുകൂറ്റൻ ഫ്ലാറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. വേറൊരു സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. അവിടെ അല്പസമയം നിർത്തി ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണ്. ബാംഗ്ലൂർ നഗരം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. IT മേഖല ശക്തമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഈ മുന്നിലിരിക്കുന്നവരെല്ലാം മലയാളികളാണ്. IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരാണ്. അങ്ങനെ ട്രെയിൻ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടുന്ന മജസ്റ്റിക് സിറ്റിയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ മെല്ലെ അതിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. വിശാലമായ സൗകര്യമുള്ള സ്റ്റേഷനാണ്. ഞായറാഴ്ച ഒഴിച്ച് മറ്റ് ദിവസങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച ഒരു സ്റ്റേഷനായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ മുന്നോട്ട് നടന്നു. നടപ്രഭു ക്യാമ്പഗൗഡ സ്റ്റേഷൻ മജസ്റ്റിക്, ഇതാണ് സ്റ്റേഷൻ്റെ പേര്. സ്റ്റേഷന് പുറത്തേക്ക് കടക്കുന്നതിനായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റ് കവാടത്തിൻ്റെ ഒരു ഹോളിൽ അവിടെ നിക്ഷേപിച്ചു. അപ്പോഴേക്കും ഡോറ് ഓട്ടോമാറ്റിക്കായി തുറന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ്.